ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചട്നിക്കൊപ്പവും ടൊമാറ്റോ സോസിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. നോക്കാം, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, നല്ല ചൂടാണ് കേട്ടോ, ആവി വറക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് തൈര് എടുക്കുമ്പോൾ 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മൈദയിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, സാധാരണ നമ്മൾ പത്തിരി, നൂലപ്പം ഇതിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. അത് ഒരു 1/4 കപ്പ്. ഇപ്പോൾ ഗ്ലാസ് അളവിലാണെങ്കിൽ 1/4 ഗ്ലാസ് ചേർത്താൽ മതി. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തൈരെടുത്ത അതേ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം, കുറച്ച് ഒഴിക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. തൈരും അരിപ്പൊടിയും മൈദയൊക്കെ നന്നായിട്ട് യോജിക്കണം കേട്ടോ. നോക്കാം, ഇത്രയും വെള്ളം നമുക്ക് മതിയാകും. അപ്പോൾ നമ്മൾ ഇതിലൊരു 3/4 കപ്പോളം വെള്ളം എടുത്തിരുന്നു. അപ്പോൾ അതിൽ നമുക്കിതാ ആവശ്യം വന്നത് ബാക്കി ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൊടിക്കും ഇതേ അളവൊന്നും ആയിരിക്കില്ല. അരിപ്പൊടിക്കും മൈദക്കൊക്കെ ചില മൈദകളും അരിപ്പൊടിയൊക്കെ കൂടുതൽ വെള്ളം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ പച്ചമുളകൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില നമ്മൾ ചേർത്തതിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മല്ലിയില ഉള്ളതുകൊണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുത്തത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം, ഒരു സ്പൂൺ മാത്രം ഓയിലെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കൈകൊണ്ട് കുറച്ച് വീതം വാരിയിട്ടിട്ട് ചുട്ടെടുക്കാം. സ്പൂൺ കൊണ്ട് ഇട്ടാലും മതിയാകും കേട്ടോ. അപ്പോൾ ദാ നമ്മളിവിടെ ആദ്യം ഇട്ടതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്നൊരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഒരു ചട്ടണിക്കൊപ്പമോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമോ അവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.